കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. പൊട്ടിയ കൈയിലിടേണ്ട കമ്പി മാറിയിട്ടെന്ന് പയ്യാനക്കൽ സ്വദേശി അജിത്ത് ആരോപിച്ചു. കയ്യിൽ വിരലിൽ ശസ്ത്രക്രിയയ്ക്ക് വന്ന് നാക്കിൽ ശസ്ത്രക്രിയ ചെയ്തു. ഇപ്പോൾ പൊട്ടിയ കയ്യിലിടേണ്ട കമ്പി മാറിയിട്ടുവെന്നും മറ്റൊരു ആരോപണം. പിഴവ് പറ്റിയതിനു ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട്. എന്നാൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ചികിത്സയെന്നും ഓർത്തോ വിഭാഗം തലവൻ ഡോക്ടർ ജേക്കബ് പറഞ്ഞു. പോലീസ് അജിത്തിന്റെ മൊഴി ഇപ്പോൾ എടുക്കുകയാണ്. സാനിയോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനിയോ, കൈവിരലിൽ നിന്ന് നാവിലേക്ക് ശസ്ത്രക്രിയ മാറി, ഇപ്പോൾ പൊട്ടിയ ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് കമ്പിയിട്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ? പോലീസ് എന്താണ് പറയുന്നത്? പരാതിക്കാരൻ പറയുന്നത് എന്താണ്? ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ചെയ്തത് അജിത്ത് എന്നയാളാണ് പരാതിക്കാരൻ. അജിത്ത് വാങ്ങിക്കൊടുത്ത കമ്പിയല്ല അയാളുടെ കയ്യിലിട്ടത് എന്നാണ് അയാളുടെ പരാതി. മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയ കമ്പിയായിരുന്നു തൻ്റെ കയ്യിലിട്ടത്. തൻ്റെ കൈക്ക് അത് പാകമായിരുന്നില്ല, കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഡോക്ടർ വീണ്ടും ഒരു ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് അജിത്ത് നമ്മളോട് പറയുന്നത്. പക്ഷേ ഡോക്ടർ കൃത്യമായി ഇത് ചെയ്ത ഡോക്ടറും അതുപോലെ HOD ആയ ജേക്കബ് ഡോക്ടറോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് കൃത്യമായി പ്രോട്ടോക്കോളോട് കൂടി തന്നെ ചെയ്ത ഒരു ശസ്ത്രക്രിയയാണ്. അയാളുടെ കയ്യിൽ ഇടേണ്ട കമ്പി തന്നെയാണ് അയാളുടെ കയ്യിൽ ഇട്ടത്. അതിന് നീളമുണ്ടാകാം, അത് സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കുന്നതാണ്. കമ്പി ഇട്ടതിന് ശേഷം വീണ്ടും ശസ്ത്രക്രിയ ചെയ്യാറുണ്ട് സാധാരണ. അതെല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം മാത്രമാണ്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആരന്വേഷിച്ചാലും എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും പ്രോട്ടോക്കോൾ പ്രകാരം മാത്രമാണ് അവിടെ രണ്ടാമത്തെ ശസ്ത്രക്രിയ നടക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് ഡോക്ടർ ജേക്കബ് പറയുന്നത്. പക്ഷേ അജിത്ത് പറയുന്നത് രണ്ടാമത്തെ ശസ്ത്രക്രിയ ചെയ്യാൻ തന്നോട് പറഞ്ഞപ്പോൾ തനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ ബാലിശമായ ആരോപണങ്ങളായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഡോക്ടർ ജേക്കബ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ കമ്പി ഇടുമ്പോൾ കമ്പി കൈയുടെ അതേ നീളമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ശസ്ത്രക്രിയ തീർച്ചയായും പ്രോട്ടോകോൾ പ്രകാരമാണ് എന്നാണ്. പക്ഷേ അജിത്ത് പറയുന്നു തൻ്റെ കൈക്ക് പാകമാകാത്ത കമ്പി ഇട്ടതുകൊണ്ട് തെറ്റിപ്പോയതുകൊണ്ട് അവർ വീണ്ടും ശസ്ത്രക്രിയ ചെയ്യാൻ പറയുകയായിരുന്നു എന്ന്. ഏതായാലും അജിത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് അജിത്തിൻ്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സിച്ച ഡോക്ടർമാരും അവിടെയുണ്ട്. ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴി എടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് അജിത്തിൻ്റെയും അതുപോലെ അജിത്തിൻ്റെ അമ്മയുടെയും ഒക്കെ പ്രതികരണം ലഭ്യമാവുക. ഏതായാലും ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണോ അല്ലെങ്കിൽ ഇവരുടെ പരാതി മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യം പോലീസും അതുപോലെ ഈ വിഷയം അന്വേഷിക്കുന്ന ഡോക്ടർമാരുമായിരിക്കും പറയുക. ഏതായാലും മെഡിക്കൽ നെഗ്ലിജൻസ്, അനാസ്ഥയാണ് എന്ന് തന്നെയാണ് രോഗിയായ അജിത്തിൻ്റെ പരാതി. ഓക്കെ, മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നു എന്നുള്ളത് അത്ര ആശാസ്യകരമായ ഒരു കാര്യമല്ല. ആരോഗ്യവകുപ്പ് കൂടുതൽ ശ്രദ്ധിക്കണം. നേരത്തെ പ്രവീണയും സാനിയും സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാരുടെ കുറവുണ്ട്, അവരുടെ വർക്ക് കൂടുന്നു. ഒരു ഡോക്ടർക്ക് 27 സർജറി വരെ ലിസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ്. അത് ഒട്ടും നമുക്ക് കൃത്യമായിട്ട് ആ വർക്കിലോട് ഡോക്ടർമാർക്ക് താങ്ങാനും കഴിയില്ല എന്നൊരവസ്ഥയുണ്ട്. ഡോക്ടർമാരെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ ഡോക്ടർമാരെ അവിടെ ഏൽപ്പിക്കണം. കേസ് ഷീറ്റുകൾ പോലും പലപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ പലപ്പോഴും സർജറി നടത്തി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് നിന്നും തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.